8 വർഷത്തിനു ശേഷം നടിയെ ആക്രമിച്ച കേസിൽ വിധി വരുമ്പോൾ 8ാം പ്രതിയായ ദിലീപിന്റെ വിധി എന്താകുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അക്രമികളുടെ സഞ്ചാരപാതയിൽ ദിലീപിന്റെ ഡ്രൈവറുടെ സാന്നിധ്യം പോലീസിന് സ്ഥിരീകരിക്കാനായത് നിർണായകമായി. പൾസർ സുനിയും അപ്പുണ്ണിയും ഒരേ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ 8ാം പ്രതിയായ ദിലീപിനെ കുരുക്കുന്ന നിരവധി തെളിവുകളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. പൾസർ സുനിയും സംഘവും നടിയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ അക്രമി സംഘത്തിന് സമാന്തരമായി ദിലീപിന്റെ ഡ്രൈവർ അപ്പുണ്ണിയും കൂടെയുണ്ടായിരുന്നത് നിർണായക തെളിവായി. കറുകുറ്റി മുതൽ ആലുവ ജംഗ്ഷൻ വരെ ടവർ ലൊക്കേഷനിലൂടെ ഇത് ഉറപ്പിക്കാനായതും അന്വേഷണത്തിൽ നിർണായക പുരോഗതിയായിരുന്നു. ഇത് ദിലീപിന് നിഷേധിക്കാനാവാത്ത തെളിവുകളുമായി. ഇതിനിടെ ദിലീപിന്റെ സഹോദരിയായ സബിതയുടെ ഫോണിലേക്ക് അപ്പുണ്ണി വിളിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തി. ഈ സമയത്ത് ദിലീപിന്റെ കൂടെ ആലുവയിലെ വീട്ടിലായിരുന്നു സബിത. പൾസർ സുനിയെ തനിക്കറിയില്ലെന്ന ദിലീപിന്റെ വാദങ്ങൾ റിപ്പോർട്ടറിലൂടെ സംവിധായകൻ ബാലചന്ദ്രകുമാർ പൊളിച്ചതിലൂടെ ആ പ്രതിരോധവും പാളി. ദിലീപിന്റെ വീട്ടിൽ പൾസർ സുനിയെ 2016 ഡിസംബർ 25 കണ്ടു എന്നായിരുന്നു കേസിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ച ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ. അബാദ് പ്ലാസയിലെ 410 നമ്പർ മുറിയിൽ പൾസർ സുനിയുമായി ദിലീപ് നടത്തിയ ഗൂഢാലോചനയും അന്വേഷണത്തിനിടെ കണ്ടെത്താൻ പോലീസിനായി. തൃശൂർ ടെന്നീസ് ക്ലബ്ബിലെ ഗൂഢാലോചനയും സാക്ഷിമൊഴികളിലൂടെ തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. ഈ തെളിവുകളിലൂടെ ദിലീപാണ് സംഭവത്തിലെ പ്രധാന സൂത്രധാരനെന്ന് തെളിയിക്കാൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രോസിക്യൂഷൻ. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.